2021 സെപ്റ്റംബർ 10 ഞങ്ങളൊരു വാർത്ത അന്ന് സംപ്രേഷണം ചെയ്തിരുന്നു. അന്ന് ആലപ്പുഴയിലെ വൃക്ക കച്ചവടത്തെക്കുറിച്ച് തെളിവ് സഹിതമാണ് അന്ന് വാർത്തകൾ നൽകിയത്. അതിന് പിന്നാലെ ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ അധികൃതരിൽ നിന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സ്ഥിതി ആവർത്തിക്കുമായിരുന്നില്ല. ബിജു പങ്കജിന്റെ ആ അന്വേഷണ റിപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്. കൃത്യമായി പറഞ്ഞാൽ 2018 നവംബർ 5 അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ നടന്ന കിഡ്നി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIR ആണിത്. വാസ്തവത്തിൽ ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകാത്തതാണ് ഈ വാർഡിൽ തന്നെ കിഡ്നി വിൽപ്പന വ്യാപകമാകാൻ കാരണമായത്. 2016 മുതൽ തന്നെ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കോളനികളിൽ അവയവ കച്ചവട റാക്കറ്റ് പിടിമുറുക്കിയിരുന്നുവെന്ന് അമ്പലപ്പുഴ പോലീസ് 2018 രജിസ്റ്റർ ചെയ്ത ഈ FIR വ്യക്തമാക്കുന്നു. പത്രത്തിൽ പരസ്യം കണ്ട് കിഡ്നി വിറ്റതിന് 2 ഏജന്റുമാരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. കിഡ്നി വിറ്റവർ മത്സ്യത്തൊഴിലാളി കോളനിയായ പുതുവൽ കോമനിയിലുള്ളവർ തന്നെ. എന്നാൽ 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പണം വാങ്ങി കിഡ്നി വിൽപ്പന നടത്തിയതിന് തെളിവില്ലെന്ന് കണ്ട് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകുകയായിരുന്നു. പോലീസ് കേസ് ഒന്നുമല്ലാതായതോടെ അവയവ കച്ചവട റാക്കറ്റ് മത്സ്യത്തൊഴിലാളി കോളനിയിൽ പിടിമുറുക്കിയതായി കണക്കുകൾ പറയുന്നു. പോലീസ് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത് 2019 ഏപ്രിൽ 1 കേസില്ലെന്ന് റിപ്പോർട്ട് നൽകിയ ആ വർഷം തന്നെ പുതുവൽ കോമനിയിൽ നിന്ന് 9 പേർ കിഡ്നി ദാതാക്കളായി. പിന്നീട് കഴിഞ്ഞ വർഷം ഇതേ വാർഡിൽ നിന്ന് തന്നെ മറ്റ് 8 പേർ കൂടി കിഡ്നി കൈമാറി. ഇത് കൊടുത്തിട്ട് ഇപ്പോൾ 1 വർഷമായോ? നമ്മളിത് എവിടെയുള്ളവർക്കാ ചേച്ചി കൊടുത്ത? മലപ്പുറമാണ്. സാമ്പത്തികമായ പ്രലോഭനങ്ങൾ തന്നെയാണ് പുതുവൽ കോമന പോലുള്ള കോളനികളിൽ കിഡ്നി ദാതാക്കളുടെ എണ്ണം കൂട്ടുന്നത്. അന്വേഷണ ഏജൻസികളും ആരോഗ്യവകുപ്പും മുഖം തിരിക്കുന്നതും അവയവ വിൽപ്പന തീരദേശ മേഖലയിൽ കൂടാൻ കാരണമാകുന്നു. അമ്പലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ വേണുവിനും ഉദയനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്. ബിജു പങ്കജ് തത്സമയം ചേരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വിശദീകരിക്കാൻ. ബിജു, 2018 ബിജു നടത്തിയ ഒരു അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ടാണ്. അന്ന് ഡേറ്റുകൾ തമ്മിൽ ഉള്ള മാറ്റവും വർഷങ്ങളുടെ മാറ്റമേ ഉള്ളൂ. സാഹചര്യങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. ഈ തൃശ്ശൂരിലെ സംഭവവും അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അന്ന് ഈ അമ്പലപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ്, അതിലേക്ക് അന്വേഷണം ഒരു ആഴത്തിൽ പോകാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അന്നേ ഇത്തരം കാര്യങ്ങളൊരു ജാഗ്രതയോടുകൂടി ഒരു ഇടപെടൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ കണ്ണികളെ പിടികിട്ടുമായിരുന്നു അല്ലേ? ബിജു നടത്തിയ യാത്രകളിൽ നിന്ന് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ എന്തു തോന്നുന്നു? പ്രതീക്ഷ 2021 സെപ്റ്റംബർ 10 നമ്മളിത് ഏതാണ്ട് കുറേ ദിവസം സ്പെൻഡ് ചെയ്ത് നമ്മൾ മേഖലകളിലൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ കിഡ്നി ദാതാക്കളുടെ വിവരങ്ങൾ, അത്തരത്തിലുള്ള മാഫിയ ഓപ്പറേഷനൊക്കെ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം ഞാനൊരു മാധ്യമപ്രവർത്തകയായിരുന്ന ആരോഗ്യമന്ത്രിയെ പലതവണ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി സജീവനെ ഞാൻ നേരിട്ട് വിളിച്ചു. ഇതിലൊരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്, വളരെ ഗുരുതരമാണെന്നുള്ളത്. പക്ഷേ ഒരു കാരണവശാലും അവരെൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ഇത്തരത്തിൽ വിവരങ്ങൾ എന്നോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അന്നൊരു കാര്യമായ അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഉള്ള വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തു വരുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. മറ്റു പ്രധാനപ്പെട്ട വസ്തുത, ഇത് സർക്കാർ സംവിധാനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു ദയനീയ പരാജയമാണ് ഇത്തരത്തിലുള്ള റാക്കറ്റുകൾ സജീവമാകുന്നതിന് പിന്നിലുള്ള. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ആശുപത്രി ചെന്ന് ഒരാൾക്ക് കിഡ്നി അടിയന്തരമായി മാറ്റിവെക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മൃതസഞ്ജീവനി കമ്മിറ്റിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അതാത് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടാണ് കമ്മിറ്റിയുടെ തലവൻ. അവരുടെ മുമ്പിൽ ഈ മെഡിക്കൽ രേഖകളുമായി ഹാജരാകണം. അതിനുശേഷം ഞാൻ ഒരു ദാതാവിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ ഹാജരാക്കി ഞാൻ ലാഭേച്ഛയില്ലാതെ ഇതിന് വൃക്ക കൈമാറാൻ അല്ലെങ്കിൽ കരൾ കൈമാറാൻ തയ്യാറാണ് എന്ന് ആ കമ്മിറ്റിക്ക് മുമ്പാകെ അറിയിക്കണം. പിന്നീട് അതിനുശേഷം ഈ രേഖകളൊക്കെ അവർ പരിശോധിക്കും. അതിനുശേഷം അതിന് വിശദമായ തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം ഈ ദാതാവിൻ്റെയും അതുപോലെ തന്നെ ഈ വൃക്ക വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, അവയവം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ രോഗിയുടെയും വൈദ്യ പരിശോധനകൾ നടത്തും.
അങ്ങനെ നടത്തി അതെല്ലാം റെഡിയായതിനു ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സർജറി നടത്തുക. ഇപ്പം ഇവിടെ നമ്മൾക്കൊരു അത്യാവശ്യം ഉണ്ടാകുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളും മദ്യപാനശീലമൊക്കെ കൂടിയുണ്ട്. കരൾ വൃക്ക രോഗികളുടെ ഡിമാൻഡ് ഏറെയാണ്. അവരുടെ ഓർഗൻ ഇപ്പം നമ്മൾ മൃതസഞ്ജീവനിയിൽ ഓരോ ജില്ലാതലങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആവശ്യക്കാരുടെ എണ്ണം ഞെട്ടിപ്പോകുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു ബന്ധുവിന് ഒരു കിഡ്നി ആവശ്യമാണ്, അടിയന്തരമായി ആവശ്യമാണ്. ഞാൻ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത് ഞാൻ അവിടെ കാത്തിരിക്കുന്നു. ഞാൻ എത്ര നാൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇടനിലക്കാർ രംഗപ്രവേശം ചെയ്യും. അവർ രംഗപ്രവേശം ചെയ്തതിന് ശേഷം അവർ ആളെ കൊണ്ടുവരുന്നു. ഇതിൻ്റെ പണമിടപാടുകൾ അവിടെ ആരംഭിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ ആലപ്പുഴ പുതുവൽക്കോമനയിൽ ഇതിലെ രോഗികൾ ഒരുപാട് പേര് ഈ സർജറിക്ക് തീർച്ചയായും നമ്മൾ അവയവം ദാനം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ദൗത്യമാണ്. തീർച്ചയായും അത് നമ്മൾ തുടർന്നു കൊണ്ടും പോകണം. കാരണം ഒരുവന്റെ അവയവങ്ങൾ കൊണ്ട് ഒന്നിലധികം പേരുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന വളരെ ഒരു ദൗത്യം, ഒരു മനുഷ്യത്വം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മവുമാണ്. ബിജു സൂചിപ്പിച്ചതുപോലെ ഇവിടെ എന്തുകൊണ്ടാണ് അന്വേഷണങ്ങളിലേക്ക് പോകാൻ കഴിയാതെ പോകുന്നത്? കാരണം ഇത് റാക്കറ്റുണ്ട് എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ ശസ്ത്രക്രിയകൾ അതൊക്കെ ഏത് നിലയിലാണ് നടക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ ഒരുപാട് കണ്ണികളുണ്ടോ? അവരെ പിടികൂടാൻ കഴിയാത്തവണ്ണം ആ രീതിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? പോലീസിന് ഇത്തരം കേസുകളിൽ അന്വേഷണം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? പ്രതീക്ഷ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ അന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഈ കമ്മിറ്റിയിലുള്ളവർക്ക് ഈ ഇടനിലക്കാരുമായി ഒരു ബന്ധം നമ്മളവിടെ കണ്ടു. പക്ഷെ അതിലേക്ക് നമുക്ക് പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത് സർക്കാർ തലത്തിലൊരു എൻക്വയറി ആവശ്യമായിരുന്നു. കാരണം ആ കമ്മിറ്റിയിലുള്ള ഡോക്ടർമാർക്ക് ഈ ഇടനിലക്കാരുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരേ മേഖലയിൽ നിന്ന് ഈ കിഡ്നി ദാതാക്കളുടെ എണ്ണം കൂടിയെന്ന് കണ്ട. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആരോഗ്യമന്ത്രിയെ ബന്ധപ്പെടുകയും അവരുമായി ഇക്കാര്യം സംസാരിക്കുകയും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു കാരണവശാലും അവർ ഇക്കാര്യം അറിഞ്ഞതോടുകൂടി അവർ നമ്മുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതായി ഇരിക്കുകയാണ് ചെയ്തത്. അന്നൊരു എൻക്വയറി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുമായിരുന്നു. മറ്റൊന്ന്, ഈ മൃതസഞ്ജീവനിയിലെ കാലതാമസം ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരാൾ പെട്ടെന്ന് നമ്മൾ ഒരു കിഡ്നി ആവശ്യമുണ്ട്. അപ്പോൾ അയാൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അയാൾ ബന്ധുക്കളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റു തലത്തിൽ ചെല്ലുമ്പോൾ വലിയ കാലതാമസം ഇതിനകത്ത് നേരിടുന്നുണ്ട്. അപ്പോൾ രോഗി മരിക്കുമെന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ പ്രധാനമായും സംഭവിക്കുന്ന കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി സർജറി ചെയ്യാന്നുള്ളതാണ്. ഹൈദരാബാദാണ് ഇപ്പോൾ അതിൻ്റെ കേന്ദ്രം. അപ്പോൾ അവിടെ ഈ പരിശോധനയൊന്നുമില്ല. അവിടെ ഈ രോഗികളുമായി ഇപ്പോൾ ഇവിടെ കാലദൈർഘ്യമുണ്ടാകും എന്ന് കരുതുമ്പോൾ രോഗിയെ രക്ഷിക്കാൻ വേണ്ടി ബന്ധുക്കൾ ഏത് വിധേനയും അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ഇവിടുത്തെ കാലദൈർഘ്യം അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയില്ല. അങ്ങനെ വരുമ്പോഴത്തേനും ഇടനിലക്കാർ വഴി വലിയ തുകകൾ കൊടുത്തുകൊണ്ട് ഒരു ദാതാവിനെ കണ്ടെത്തിയും കേരളത്തിന് പുറത്ത് ഹൈദരാബാദാണ് ഇപ്പോൾ അതിൻ്റെ കേന്ദ്രം എന്നാണ് പറയുന്നത്. ഹൈദരാബാദിലെ ആശുപത്രികളിൽ പോയി സർജറി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്വകാര്യ ആശുപത്രികളായതുകൊണ്ടും സർക്കാർ സംവിധാനങ്ങളിലൂടെ വിപുലമായ രീതിയിൽ അന്വേഷണം അന്ന് മാതൃഭൂമി ന്യൂസിന്റെ 2021 റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം ആരോഗ്യമന്ത്രി ഒരു മാധ്യമപ്രവർത്തക ആയതുകൊണ്ടുകൂടി അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് കുറച്ചുകൂടി അക്സസിബിൾ ആണല്ലോ എന്ന് വിശ്വസിച്ചാണ് അന്ന് ഞങ്ങളുടെ പ്രതിനിധി വിളിക്കുന്നത്. പക്ഷേ പിന്നീട് ഇക്കാര്യത്തിൽ ഫോൺ കോളും എടുത്തില്ല എന്ന് പറയുമ്പോൾ ആ ആരോഗ്യവകുപ്പിൻ്റെ കൂടി ഗുരുതരമായ ഒരു വീഴ്ച കൂടിയാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. ഞാൻ അതിഥികളിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ മുരളീധരൻ IMAയുടെ പ്രതിനിധി, ഒപ്പം MK ഹരിദാസ് പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധി. MK ഹരിദാസ്, താങ്കൾ വർഷങ്ങളായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പല ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ 2021 ഈ കാര്യങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടി ബിജു പങ്കജ് റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ട് കാണിച്ചു. ഇന്നിപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ് സമാനമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് ഒരു വലിയ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഇവിടുത്തെ സംവിധാനങ്ങൾ അറിഞ്ഞ് അന്വേഷണം പാതി വഴിക്ക് നിലച്ചു എന്ന് പറയുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കണം MK ഹരിദാസ്? ബന്ധത്തിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കണം. താങ്കൾ ഈ ചർച്ചയുടെ ഇൻട്രോയിൽ പറഞ്ഞു, അതായത് മനുഷ്യനല്ല വിൽപ്പനയ്ക്ക്, മനുഷ്യാവയവം വിൽപ്പനയ്ക്ക്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇവിടുത്തെ എറണാകുളത്തെയാണ് പറയുന്നത്. എറണാകുളത്തെ 2 ആശുപത്രികൾ ഈയിടെ 2 പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് ഒരു ഡോക്ടർ 1200 കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ട് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിന്റെ വാർത്ത ഒരു പത്രത്തിലുണ്ടായിരുന്നു. മറ്റൊരു ആശുപത്രിയിൽ ഒരു പ്രമുഖ സിനിമാ സംവിധായകൻ ഒരു കിഡ്നി ഓപ്പറേഷൻ നടത്തുന്ന കിഡ്നി സർജനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ഭാഗം, അതിപ്പോൾ 2 മാസം മുമ്പാണ് ആ വാർത്ത പുറത്തു വന്നത്.
അതെന്താ വെച്ചാൽ അദ്ദേഹം 1000ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ ഈ 1200 1000 ഒക്കെ ഈ ഇത്തരത്തിലുള്ള സർജറി നടത്തുന്ന ഡോക്ടർമാര് അവർ മാറ്റിവെക്കപ്പെട്ട മുഴുവൻ കിഡ്നിയും ഈ ബന്ധുക്കളുടെ കിഡ്നിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണോ നമ്മുടെ കേരളം ഭരിച്ചിരുന്നത്? ഇപ്പൊ 1000 എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്തുള്ളതാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ 2008 PK ശ്രീമതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ഇതിന്റെ ഫൈനൽ ഓതറൈസേഷൻ കമ്മിറ്റി നടക്കുന്ന മുളങ്കുന്നത്തുകാവ് ആസ്പത്രിയിൽ പോകുന്നവരെ അവിടെ വെച്ച് ക്യാൻവാസ് ചെയ്തിട്ട് തങ്ങളുടെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ബ്രോക്കർമാരുണ്ടായിരുന്നു. അതായത് അവിടെ ഇത്തരത്തിലുള്ള ഫൈനൽ ഓതറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രോഗിയും രോഗിയുടെ ബന്ധുവും കൂടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ബന്ധു കേൾക്കച്ചില് ഈ ബ്രോക്കർമാർ വന്നിട്ട് പറയുകയാണ് എന്തെന്ന്, 20 lakhsന് ഞങ്ങൾ കിഡ്നിയും ഓപ്പറേഷനും കൂടി നടത്തി തരാട്ടാ. അത് നേരിട്ടിട്ടല്ല, തൊട്ടടുത്ത് നിന്നിട്ടാണ് പറയുന്നത്. ഇതൊരു അനുഭവസ്ഥയായ പെൺകുട്ടി തന്റെ ഭർത്താവിനെയും കൊണ്ട് അവിടെ പോയപ്പോ അനുഭവസ്ഥയായ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ സംഗതിയാണ്. അന്ന് അത് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആരോഗ്യമന്ത്രി വകുപ്പ് മന്ത്രിയായിരുന്ന PK ശ്രീമതിക്ക് ഞാൻ നിവേദനം കൊടുത്തു. ഇവിടെ വലിയൊരു കിഡ്നി റാക്കറ്റ് സജീവമായിരിക്കുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനെ കുറിച്ചിട്ടൊരു അന്വേഷണം നടത്തണം. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താണ് ശ്രീ MK ഹരിദാസ് അന്വേഷണങ്ങൾ പാതി വഴിക്ക് നിലച്ചു പോകുന്നത്? കാരണം അതിൽ മൃതസഞ്ജീവനി അതിലെ നമുക്കൊരു സമിതി ഉണ്ടല്ലോ, അതിന്റെ മാനദണ്ഡ പ്രകാരമുള്ള, അവരൊക്കെ ഇതിനകത്ത് കണക്ഷൻ ഉണ്ട് എന്നതൊക്കെ പറയുമ്പോൾ ഇതിന്റെ ചുരുളഴിച്ച് ഉള്ളറകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും പുറത്തേക്ക് വരുമെന്നാണോ കരുതേണ്ടത് ശ്രീ ഹരിദാസ്? എന്താണ് ഇത്ര സംശയിക്കാനുള്ളത്? കേരളത്തിൽ സുഗമമായിട്ട് ഇത്തരത്തിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ ഓരോ വിധം നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ നിലവിലെ സർക്കാരിനെ. ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവറിന്റെ കാര്യം വിടൂ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ ആദ്യം ഞെട്ട് കേരളമാണ്, പിന്നെ ഞെട്ട് ഇന്ത്യയാണ്, പിന്നെ ഞെട്ട് ലോകമാണ്. കാരണം അത്രയും നിഗൂഢമായ തരത്തിൽ ഇവിടെ കിഡ്നി എന്ന് പറയുന്ന അവയവം ഇവിടെ ഇറച്ചിക്കടയിൽ ഇറച്ചി മുറിച്ചു വാങ്ങുന്നത് പോലെ ഇവിടെ വിൽക്കപ്പെടുകയാണ്. നിസ്സഹായരായ മനുഷ്യരുടെ അവരുടെ സാമ്പത്തിക ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഇവരെ ക്യാൻവാസ് ചെയ്തിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ ഇവിടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമനിർമ്മാണത്തിന്റെ അപാകതയാണ് പ്രതീക്ഷ. അതായത് നിങ്ങൾ ഈ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞിട്ട് 3 ബ്രോക്കർമാർക്ക് 2 ലക്ഷം രൂപ വീതം കഴിഞ്ഞ 3 വർഷം മുമ്പ് അഡ്വാൻസ് നൽകിയിട്ട് വഞ്ചിതനായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ സഹോദരി പുത്രന് വേണ്ടിയിട്ട് 3 ബ്രോക്കർമാർക്ക് തിരിച്ചറിയൽ കാർഡും ആധാർ രേഖകളും തന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതും വ്യാജമായിരുന്നു. അവർ നമുക്ക് ഒരു ചെക്ക് തരും, ആ ചെക്ക് പോലും അവർ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പൊ എന്റെ സഹോദരന്റെ മകന് വേണ്ടിയിട്ട് ഇത്തരമൊരു ട്രാപ്പിൽ പോയിട്ട് 4 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് നഷ്ടപ്പെട്ടിട്ട് 6ാമത്തെ ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഇത്തരത്തിലൊരു അന്വേഷണം ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കണം. തീർച്ചയായും ഹരിദാസ് ആവശ്യപ്പെട്ടതുപോലെ സർക്കാർ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇനിയെങ്കിലും ഒരു അന്വേഷണം നടത്താൻ. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ഡോക്ടർ മുരളീധരൻ, IMA ഈ സംഭവത്തിൽ കാണുന്ന ഗൗരവമേറിയ വിഷയങ്ങൾ എന്താണ്? നമ്മൾ പരിപാവനമായിട്ടുള്ള അവയവദാനം എല്ലാവരും അത് മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ഒരു കർമ്മം, അതൊരു ചൂഷണത്തിൻ്റെ പേരിൽ, കാരണം തൃശ്ശൂരിൽ ഈ മുല്ലശ്ശേരി പ്രദേശത്തൊക്കെയുള്ള ആളുകളെ കുറിച്ച് കേട്ട ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന വള ഊരി കൊടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ ശരീരത്തിൽ നിന്ന് ആഭരണങ്ങൾ ഊരുന്ന ലാഘവത്തോടു കൂടിയാണ് അവയവങ്ങൾ കൈമാറുന്നത്. അതിനുവേണ്ടി ഒരു ഏജൻസി കൃത്യമായി ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം ശ്രീ മുരളീധരൻ? മ്യൂട്ടൊന്ന് മാറ്റണേ ഡോക്ടർ, സംസാരിക്കുമ്പോൾ മ്യൂട്ട്. ഓക്കെ, ഇനി സംസാരിച്ചോളൂ. ഡോക്ടർ മ്യൂട്ട് മാറ്റിയ ശേഷം ഒന്ന് സംസാരിച്ചാൽ. ഡോക്ടർ കേൾക്കാമെങ്കിൽ ശ്രീ ഹരിദാസ് ഡോക്ടറിലേക്ക് IMAയുടെ പ്രതിനിധി ആയതുകൊണ്ടാണ് ഗൗരവമേറിയ ചോദ്യം അതിന് മറുപടി തേടിപ്പോയത്. ശ്രീ ഹരിദാസ്, താങ്കൾ പറഞ്ഞു വന്ന കാര്യം ഇതിലെങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം എന്തായാലും വന്നേ പറ്റൂ. നമുക്ക് ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യണം. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കണം. അത് ഇവിടെ പറഞ്ഞതുപോലെ കാലതാമസം അത് ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകളാണ് പലരെയും ഇത്തരം സംഘങ്ങളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പൊളിച്ചെഴുത്തിൽ എങ്ങനെ വേണമെന്നാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഈ മൃതസഞ്ജീവനി
പറ്റിയിട്ട് ശ്രീ ബിജുവും പറഞ്ഞു, താങ്കളും പറയുന്നുണ്ട്. മൃതസഞ്ജീവനി ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് എടുക്കുന്ന ഓർഗൻ മാത്രമേ മൃതസഞ്ജീവനി വഴി മാറ്റാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ പറ്റില്ല. ഇവിടെ കേരളത്തിൽ ദിവസം ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചിട്ട് 3 or 4 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ അത്രയും കിഡ്നികൾ എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഇവിടുത്തെ ഇത്തരം കിഡ്നി വരുന്നതിനെ കുറിച്ച് വിജിലൻസിന് അന്വേഷിക്കാം, സ്പെഷ്യൽ ബ്രാഞ്ചിന് അന്വേഷിക്കാം, ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്വകാര്യ ആശുപത്രികളിലും നമ്മുടെ ബന്ധുവുമായി നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ അവിടെ വിദേശികളുടെ തിരക്കാണ്, പ്രത്യേകിച്ച് അറബികളുടെ. ഇവരൊക്കെ ഇവിടെ വന്ന് സുഗമമായിട്ട് കിഡ്നി മാറ്റി വെക്കപ്പെട്ട് ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ മലയാളികൾക്ക് ഈ കിഡ്നി മാറ്റി വെക്കപ്പെടണമെങ്കിൽ ചുരുങ്ങിയത് 100 ഡോക്യുമെന്റ്സ് എങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ ഫൈനൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ ഒരു അനുമതി വാങ്ങണം. ആ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടും ആസ്പത്രിയുടെ തിരക്കിനനുസരിച്ചിട്ട് കാത്തിരിക്കണം. അപ്പോഴേക്കും ഏകദേശം 20 ലക്ഷം രൂപ ഒരു വ്യക്തിയിൽ നിന്നും ചെലവായി കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിന് നിയമനിർമ്മാണം വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പാവപ്പെട്ട വ്യക്തികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വള ഊരി വിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചെയിൻ ഊരി വിൽക്കുന്നത് പോലെയോ അവയവം വിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഒരു പേഷ്യന്റിൽ നിന്നും വാങ്ങുന്ന തുകയുടെ 1/3 മാത്രമാണ് ആ പാവങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ഞാൻ 18 ലക്ഷം രൂപയ്ക്കാണ് ഒരു കിഡ്നി ബുക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് വന്ന അതിന്റെ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ശരിയാവാത്തത് കൊണ്ട് അവർ തിരിച്ചുപോയി. എനിക്ക് വന്നവർ പറയുന്നത് അവർക്ക് കിട്ടുന്ന തുക കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആവശ്യക്കാർക്ക് കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ഡോണർമാർക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ട് കിഡ്നി കൊടുക്കാനുള്ള സംവിധാനത്തിനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത് സർക്കാരാണ്. സർക്കാർ ലെവലിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ഇതിന്റെ പൈസയുടെ കാര്യം മാറ്റി നിർത്തിയിട്ട് ഡോണർമാർക്ക് വന്നിട്ട് സ്വതന്ത്രമായിട്ട് അതിൽ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഈ കൊടുക്കുന്ന തുക കൃത്യമായിട്ട് അവരുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യും. ആവശ്യക്കാരന്റെ പ്രശ്നം തീരുകയും ചെയ്യും. അതിന് സർക്കാർ ഈ മൃതസഞ്ജീവനി, ഇവിടെ ഒരു കേസോട്ടോ എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട്. പ്രതീക്ഷിച്ചറിയോ? കേരള സ്റ്റേറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവരിവിടെ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒരുക്കാനുള്ള സർക്കാർ ഇപ്പൊ ബിജു പങ്കജ് പറയുന്നത് കേട്ടില്ലേ? അവരാണ് വിളിക്കുന്നത്, അവർ ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് കണ്ടപ്പോ ആരോഗ്യ വകുപ്പ് മന്ത്രിയും അവരുടെ പേഴ്സണൽ സെക്രട്ടറിയും അതിന് തയ്യാറാകുന്നില്ല. ഇത് തന്നെയാണ് 3 or 4 തീർച്ചയായും അതാണ്. ഡോക്ടർ മുരളീധരൻ, IMA ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ചതിക്കുഴിയിൽ വീഴുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അവരെയൊക്കെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുന്ന വൻ മാഫിയ ഉണ്ട് എന്ന് പറയുമ്പോൾ IMAയുടെ പ്രതികരണം? ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ മാതൃഭൂമി ചാനൽ തയ്യാറായതിൽ എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. കാരണം ഇത് വളരെ വളരെ ധാർമ്മികമായും അതുപോലെ നിയമപരമായൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ആരോഗ്യ പ്രവർത്തനങ്ങളുടെ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൈവികമായ കാര്യമാണ് ഒരു ദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് അവയവദാനം. കർണനെ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ കഥാപാത്രമായി നമ്മൾ കാണുന്നത് അദ്ദേഹം ദാനത്തിന്റെ ഒരു മൂർത്തി ആയതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം ജീവൻ ദാനം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ അവയവങ്ങൾ ദാനം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന് ഇന്ന് അവയവങ്ങൾ ദാനം ചെയ്യാം. പിന്നെ അവന് ഈ ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞാൽ നമ്മുടെ 50 അവയവങ്ങളോളം ദാനം ചെയ്യാമെന്നാണ് സയൻസ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഈ ഒരു അവയവ മാഫിയ ഉണ്ടാവുന്നു. ഇന്ത്യയിൽ 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾക്ക് ദാനം ചെയ്യുക, അതായത് പൈസക്കല്ലാതെ ദാനം ചെയ്യാൻ മാത്രമേ ഇന്ത്യയിൽ നിയമപ്രകാരം അനുമതിയുള്ളൂ. പക്ഷെ ഇത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് മറികടക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ അന്ന് മുതൽ തന്നെ അവയവ മാഫിയ രൂപം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അറിയുകയും ചെയ്യാം. കാരണം വെച്ചാൽ എത്രയോ പൈസ മറിയുന്നു, കോടിക്കണക്കിന് രൂപ മറിയുന്ന ഒരു ബിസിനസ് ആയിട്ട് ഇന്ന് അവയവ മാഫിയ ഈ രംഗം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വേറൊരു ആസ്പെക്ട് കൂടിയുണ്ട്. ഇന്ത്യയിൽ 2014 ഒരു നിയമം വന്നിട്ടുണ്ട്. കാരണം അതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വെച്ചാൽ പുറത്തുനിന്നുള്ള ഫോറിൻ പൗരന്മാർ ഇന്ത്യയിൽ വന്നിട്ട് ആരുടെ അടുത്തെങ്കിലും പൈസ കൊടുത്തിട്ട് അവയവം വാങ്ങിച്ചിട്ട് അവർ വളരെ ചെറിയ പൈസക്ക് കൊടുത്തിട്ട് അവരുടെ നാട്ടിലെ അപേക്ഷിച്ച് വളരെ ചെറിയ പൈസക്ക് അവയവം സ്വീകരിച്ചിട്ട് മടങ്ങിപ്പോയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് 2014 ഈ ഒരു അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുപോയിട്ട് ഇന്ത്യ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പൊ സ്പെയിനിൽ സർക്കാരാണ് അവയവത്തിനുള്ള പൈസ കൊടുക്കുന്നത്. ഇറാനിലാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവയവം വിൽക്കാം. ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ട്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇതിലെ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറാനിലൊരു ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, ഒരു ആരോഗ്യ പ്രവർത്തനം ഒരു അഡ്വാൻറ്റേജ് കാണുന്നത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എത്രയോ പേര് അവയവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കിഡ്നിക്ക് വേണ്ടിയിട്ട് 1.5 ലക്ഷം പേരാണ് ഇന്ത്യയിൽ കാത്തിരിക്കുന്നത്. ഒരു 5 ലക്ഷം പേരെങ്കിലും ഇന്ത്യയിൽ ഒരു കൊല്ലം അവയവം കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇത്തരം ഒരു അവസ്ഥയിൽ ശ്രീ മുരളീധരൻ, അതിന്റെ കാര്യത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ അപേക്ഷയുമായി നിൽക്കുന്നു. അപ്പോഴാണ് ഇവരുടെയൊക്കെ വരവ് പല രീതിയിൽ വരുന്നു, പലരെ സ്വാധീനിക്കുന്നു. നേരത്തെ നമ്മൾ വിശ്വാസയോഗ്യമായ സംവിധാനങ്ങളുടെ ഈ സമിതികളിലെ പോലും അംഗങ്ങൾക്ക് ഇവരുമായ ഒരു നെക്സസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന തരത്തിലേക്ക് ഈ സിസ്റ്റത്തെ കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഏത് രീതിയിലൊക്കെയുള്ള ഒരു അന്വേഷണം അനിവാര്യമാകുന്ന സ്ഥിതിയാണ് ഈ പ്രതികരണങ്ങളിലൂടെയൊക്കെയും വാർത്തകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത്? നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗന്റെ ബേസ് ആയിട്ടുള്ള സാധനം ഓതറൈസേഷൻ കമ്മിറ്റിയാണ്. ഈ ഓതറൈസേഷൻ കമ്മിറ്റി വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് എന്റെ അറിവ്. പക്ഷേ നമുക്ക് മനുഷ്യരാണ്, നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല ഏത് കാര്യത്തിലാണെങ്കിലും. എത്രത്തോളം നിയമങ്ങൾ കർശനമാക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ആലോചന. ഒരു ആരോഗ്യ പ്രവർത്തനം നിലയ്ക്ക് അതാണ് മുന്നോട്ട് വെക്കാനുള്ളത്. പക്ഷെ നമുക്കൊരു എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ കർശനാക്കുക, വളരെ അതിന്റെ കുറ്റം ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കുക എന്നുള്ള കാര്യം മാത്രം നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പൊ അതിൽ കവിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനും അത് ആരെങ്കിലും ഇത് വയലേറ്റ് ചെയ്യുന്നുള്ള അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോയാൽ, ഇപ്പൊ ഇറാനിലേക്ക് ഒരാളെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം, നിയമപരമായ കാര്യത്തിനെ പറ്റി നമുക്ക് സംശയമുണ്ട്. കാരണം അവിടെ ഇറാനിൽ അത് നിയമം ലീഗലാണ്. അപ്പൊ ഇന്ത്യക്കാരനെ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഒരു വലിയൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ആ നിയമങ്ങൾ കർശനാക്കുക, അത് വയലേറ്റ് ചെയ്യുന്ന ആളുകളെ വളരെ ക്ലോസ് ആയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അവരെ കർശനമായി ശിക്ഷിക്കുക എന്നുള്ള ഒരു ഉപാധിയാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഡോക്ടർ മുരളീധരൻ. ഒപ്പം എം കെ ഹരിദാസ് വളരെ ഗൗരവമേറിയ വിഷയത്തിൽ പ്രതികരണം നടത്തിയതിന്.